ഇപ്പോൾ ഒരു വൈഭവ് വന്നിരിക്കുന്നു, വൈഭവ് വന്നിരിക്കുന്നു. കണ്ടില്ല എൻ്റെ കളി? ഞാൻ ഈ ഇടയ്ക്ക് ഒരു കാണാറില്ല. ഈ ഇടയ്ക്ക് ഒരു മാച്ച് കുഞ്ഞിൻ്റെ 2 മാച്ച് ഞാൻ കണ്ടു. കളി എന്താ കളി ഏത് ബോൾ എറിഞ്ഞാലും എവിടെ എറിഞ്ഞാലും അവൻ നേരെ ഇവിടെ വരണം സാധനം. ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ സഞ്ജു മോന് 3 വയസ്സ് പ്രായം, 3 വയസ്സ് കംപ്ലീറ്റ് ആയില്ല. എൻ്റെ സലിമോന് 4 വയസ്സ് പ്രായം. ഞാൻ അവന്മാർക്ക് ക്രിക്കറ്റ് ബാറ്റും ബോൾ എടുത്ത് വെച്ച് കൊടുക്കണം. എന്താണ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് എനിക്കറിയാം. ഈ മാത്യു സാറായിരുന്നു എൻ്റെ ലീഡർ. അദ്ദേഹം അവനെ ആ ടീമിനകത്ത് കൺസിഡർ ചെയ്തിരുന്നു എങ്കിൽ അവൻ ആ പോക്കിൽ അവൻ സീനിയർ ഇന്ത്യ പോകുമായിരുന്നു. എൻ്റെ ഞാൻ അഹങ്കാരം പറഞ്ഞല്ല, അത് പറഞ്ഞ എൻ്റെ മകൻ അങ്ങനെ പോകുമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ തരത്തിലുള്ളൊരു ഫോമിലായിരുന്നു എൻ്റെ സലിമോൻ. ആ എൻ്റെ മകനെ കളി മൊത്തം കളിപ്പിച്ചില്ല. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നിൻ്റെ അമ്മയും നിൻ്റെ അപ്പനും കൂടെ എൻ്റെ വീട്ടിലുണ്ടാക്കണമെന്ന് ചോദിച്ചു. ഇതാണ് ചോദ്യം. എങ്ങനെ ചോദിക്കൂ? എന്തുകൊണ്ട്? അവൻ്റെ പിന്നിൽ ഉരുക്ക് പോലെ ഒരു തന്ത. എൻ്റെ മക്കളുടെ പിന്നിൽ. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് ഇപ്പോൾ ആലപ്പുഴയിലാണ്, ആലപ്പുഴ കലവൂരിൽ. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ലോകത്തിൽ ഏറ്റവും പ്രശസ്തനായ മലയാളിയുടെ അച്ഛനെയാണ്. മലയാളിയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അദ്ദേഹത്തിൻ്റെ കരിയറിനെ നിർണയിച്ച ആ വ്യക്തിത്വത്തെ വാർത്തെടുത്ത അഭിമാനിയായ ഒരച്ഛൻ, സഞ്ജു സാംസൻ്റെ അച്ഛൻ, പ്രിയപ്പെട്ട സാംസൺ വിശ്വനാഥ്. എൻ്റെ മൂത്ത മകൻ കേരളത്തിന് വേണ്ടി under-15 മുതൽ കളിക്കുന്നു. അവനാണ് എൻ്റെ കുടുംബത്തിൽ ആദ്യത്തെ സെഞ്ചുറി ഹോൾഡർ. പിന്നെ under-19 വന്നപ്പോൾ കേരളത്തിൻ്റെ നമ്പർ വിക്കറ്റ് ടേക്കർ, എലൈറ്റ് ഗ്രൂപ്പിൽ 3 മാച്ചിൽ 17 വിക്കറ്റ്. ഡൽഹിയുടെ 9 വിക്കറ്റ്, ഡൽഹി under-19 ടീം ഫിറോസ് ഷാ കോട്ടിൽ 9 വിക്കറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കൊച്ച് വന്നപ്പോൾ ആ കൊച്ചിന് പിന്നിൽ നിന്ന് ചിലർ പ്ലാൻ ചെയ്ത് അവനെ ബുദ്ധിമുട്ടിച്ചു, അവനെ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്തു. അങ്ങനെ ഈ under-19 കളിച്ചു വരുന്ന കൊച്ചിനെ കേരളത്തിൻ്റെ രഞ്ജി ടീമിൽ കിട്ടുന്നു ക്യാമ്പിൽ. അപ്പോൾ ക്യാമ്പിൽ അവൻ 3 മാച്ചിൽ 12 വിക്കറ്റ് എടുക്കും. അവൻ കിട്ടുമെന്ന് ഞാൻ ആരും റെക്കമെൻഡ് ചെയ്യാൻ പോകാറില്ല, അല്ലെ ആരോടും ഫോൺ ചെയ്ത് എൻ്റെ മോൻ അങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ അങ്ങനെ പറയാൻ പോകാറില്ല. ഞാൻ എൻ്റെ മക്കൾ പെർഫോം ചെയ്യുന്നു. ആ പെർഫോമൻസിൻ്റെ ഇതിൽ നിങ്ങളവരെ നോക്കുക. നിങ്ങളെല്ലാവരും എന്നെപ്പോലെയല്ലേ അവർക്കൊക്കെ മെരിറ്റിൽ വരും. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു 10-40 കുട്ടികളുടെ കൂടെ ഞാൻ ഫുട്ബോളിലുണ്ടായിരുന്നു. എൻ്റെ മക്കളെന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് പറയും. എൻ്റെ ഭാര്യയോട് ഞാൻ എൻ്റെ മക്കളവന്മാർ എന്ന് മറ്റുള്ള കുട്ടികളെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ശ്രീമതി പറയും, ചേട്ടൻ എത്ര മക്കളുണ്ട്? എല്ലാവരും ചേട്ടാ. ഞാനങ്ങനെ ഫീൽ ചെയ്യണം. എൻ്റെ അടുത്ത് വരുന്ന ഒരു പേരൻ്റ് എൻ്റെ അടുത്ത് ഒരു കൊച്ചിനെ അയച്ചാൽ അവൻ എൻ്റെ അടുത്തിരിക്കും എൻ്റെ സംരക്ഷണയിലാണ്. അവനൊരാൾ നോക്കാൻ പറ്റില്ല, ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ മകനെ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഒരുത്തനൊക്കെ ഞാൻ എൻ്റെ സംരക്ഷണയിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒരാൾ നോക്കിയാൽ ഞാൻ വിളിക്കും, ഞാൻ ആദ്യം പ്രതികരിക്കും ന്യായമായിട്ട്. അതേപോലെ എൻ്റെ മൂത്ത മകനെ ബുദ്ധിമുട്ടുണ്ടായി, രഞ്ജി വൺ ഡേ ടീം കൊടുത്തില്ല. അത് കഴിഞ്ഞ് 25 ടീമിൽ കൊണ്ടുപോയി കളിപ്പിക്കും. 4 ഡേ മാച്ച് 4 മാച്ച് ആ കൊച്ചിനെ കളിപ്പിച്ചില്ല. ഇത്രയും ഫോമിൽ നിൽക്കുന്ന കൊച്ചിനെ കളിപ്പിച്ചില്ല. 4 മാച്ച് കളിപ്പിച്ചില്ല. നമ്മളെപ്പോലെ ഒരു ചെറിയ മനുഷ്യൻ, നമ്മളിത് ആരോട് പറയും? എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി അവിടുത്തെ കോച്ചെന്ന് പറയുന്നത് ബിജു ജോർജ് എൻ്റെ മകനെ 4 മാച്ച് കളിപ്പിച്ചില്ല. അത് കഴിഞ്ഞ് 5ാമത്തെ മാച്ച് വിദർഭയ്ക്കെതിരെ അപ്പോൾ എൻ്റെ മകനെ കളിപ്പിക്കുകയാണ്. ഇവൻ എന്ത് ചെയ്തു? ഇവനെ കളിപ്പിക്കാത്ത കേരളം കളിക്കുന്നു, അവൻ 11ൽ കളിക്കാൻ യോഗ്യനായ അർഹനായ ഒരു കൊച്ചിനെ വെളിയിലിരുത്തിയിരിക്കുന്നു. അവൻ വെളിയിലിരുന്ന് വെന്ത് ജിമ്മിൽ പോയി ഓഫ് സീസണിലെ വർക്കൗട്ട് ചെയ്ത് ശരീരത്തിനെ സ്റ്റിഫാക്കി. 5ാമത്തെ മാച്ച് വിദർഭയ്ക്കെതിരെയുള്ള മാച്ചിനെ ഈ ബിജു ജോർജ് എന്ന് പറഞ്ഞ കോച്ച് അവനെ ഓപ്പൺ ചെയ്യിക്കുന്നു. അവൻ ഓപ്പണറല്ല. ഓപ്പൺ ചെയ്യിപ്പില്ലാത്ത സ്ലോട്ടിൽ ഇറക്കി വിടുക. ഓപ്പൺ ഇറക്കി വിടുകയാണ്. അവൻ അവിടെ 79 റൺ അടിച്ചു. അത് കഴിഞ്ഞ് അവനെ ബോൾ ചെയ്യിപ്പിക്കാം. 4 വിക്കറ്റ് അവൻ ആ മാച്ചിൽ 4 വിക്കറ്റ് എടുത്തു. ആ മാച്ചിൽ ഇഞ്ചുറി ആയ കൊച്ച് അവൻ രഞ്ജി ട്രോഫി ക്യാമ്പിൽ ചെയ്ത പെർഫോമൻസിന് അവൻ്റെ രഞ്ജി ട്രോഫിക്ക് ടീമിൽ ഈ മാത്യു സാറായിരുന്നു എൻ്റെ ലീഡർ. അദ്ദേഹം അവനെ ആ ടീമിനകത്ത് കൺസിഡർ ചെയ്തിരുന്നു എങ്കിൽ അവൻ
ആ പോക്കിൽ അവൻ ഇന്ത്യ പോകുമായിരുന്നു. ഞാൻ അഹങ്കാരം പറഞ്ഞല്ല, അത് പറഞ്ഞ എൻ്റെ മകൻ അങ്ങനെ പോകുമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ തരത്തിലുള്ളൊരു ഫോമിലായിരുന്നു എൻ്റെ സലിമോൻ. സാറേ അത് കഴിഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം KCL തുടങ്ങി. ഞാൻ 2 കളി കണ്ടിരുന്നു. നോക്കണം സാറേ, KCL തുടങ്ങി. KCL തുടങ്ങിയപ്പോൾ കഴിഞ്ഞ ഫസ്റ്റ് കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സിൽ എൻ്റെ കൊച്ചു കളിക്കാൻ പോയിരുന്നു. ഒരു മാച്ച് അവനെ കളിച്ചില്ല. ഒരു മാച്ച് അവനെ കളിപ്പിച്ചില്ല. പക്ഷെ കഴിഞ്ഞ വർഷം കളിച്ചില്ല. പറയട്ടെ സാർ, ഞാൻ പറഞ്ഞു വരികയാണ്. ഒരു മാച്ച് അവനെ കളിപ്പിച്ചില്ല. അപ്പം ഞാൻ അവസാനത്തെ മാച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ബിജു ജോർജിനെ ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞ് എൻ്റെ മകനെതിരെ അനീതി കാണിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കറിയാം അവിടെ ബിജു ജോർജ് ഇടപെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ മകൻ അവനും പലയിടത്തും പല കളികളിലും ഒരുപാട് പെർഫോം ചെയ്ത് വന്ന കൊച്ചാണ്. അപ്പോഴും എൻ്റെ ഇഞ്ചുറിയൊക്കെ കഴിഞ്ഞ അവൻ, സാറേ ഞാൻ ഒരു കാര്യം പറയാം, അവൻ്റെ രക്തത്തിൽ കിടക്കുന്ന സ്പോർട്സ് എൻ്റെ മക്കളുടെ രക്തത്തിൽ 4 വയസ്സിൽ ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് എൻ്റെ മക്കളുടെ അവന്മാർക്ക് അറിയില്ല ഇതെന്താണ്, അച്ഛൻ എൻ്റെ കയ്യിൽ എന്ത് തരുന്നെന്ന് അവന്മാർക്ക് അറിയില്ല. സാറേ 1991 ഓൾ ഇന്ത്യ പോലീസ് ഫുട്ബോൾ നോർത്ത് സോണിൻ്റെ ടോപ്പ് സ്കോറർ, ചണ്ഡീഗഡിനത് ഹാട്രിക് അടക്കം ടോപ്പ് സ്കോററായ ഒരു ഫുട്ബോളർ, ഫുട്ബോൾ ഇന്ത്യ ക്യാമ്പ് ചെയ്ത ഒരു ഫുട്ബോളർ, ഡൽഹി സംസ്ഥാനത്തിൻ്റെ ഒരു കളിക്കാരനായ ഞാൻ എൻ്റെ മക്കളെ 2 പേരുടെ കയ്യിൽ ക്രിക്കറ്റ് ബാറ്റും ബോൾ എടുത്തു കൊടുക്കാം. എൻ്റെ മക്കൾക്കറിയില്ല ഇതെന്താണ് അച്ഛൻ ഞങ്ങൾക്ക്. അവർ വിചാരിച്ച് കളിപ്പാട്ടം. എൻ്റെ സഞ്ജു മോന് 3 വയസ്സ് പ്രായം, 3 വയസ്സ് കംപ്ലീറ്റ് ആയില്ല. എൻ്റെ സലിമോന് 4 വയസ്സ് പ്രായം. ഞാൻ അവന്മാർക്ക് ക്രിക്കറ്റ് ബാറ്റും ബോൾ എടുത്ത് വെച്ച് കൊടുക്കാം. എന്താണ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് എനിക്കറിയാം. ആ എൻ്റെ മകനെ കളി മൊത്തം കളിപ്പിച്ചില്ല. എല്ലാ കളിയും കഴിഞ്ഞതിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഞാൻ ബിജു ജോർജിനെ ഫോൺ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, സാറേ ഒരാൾ ഇത്രത്തോളം പിന്തുടരരുത് സാറേ എന്ന് പറഞ്ഞു. അന്യായമാണ്. എൻ്റെ മോൻ്റെ പ്രായത്തിൽ സാറിനൊരു മോനുണ്ട്. എൻ്റെ മോനെ ഇന്ന് ഈ ലെവലിലാക്കിയത് നിങ്ങളാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ കുപ്പായണിഞ്ഞ് കളിക്കേണ്ട കൊച്ചാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഫോൺ ചെയ്തിട്ട്, സാറേ സാംസൺ ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ മക്കളെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ ഞാൻ നോക്കിയിരിക്കില്ല എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. എന്നോട് ബിജു ജോർജ് പറഞ്ഞു, എന്തോ എന്നൊക്കെ സംസാരിച്ചു. സാറേ എന്ത് സംഭവിക്കുമെന്ന് സാംസൺ നന്നായിട്ട് അറിയാം. അന്ന് TC മാത്യു സാറും കൂടെ എൻ്റെ മകനോട് എന്ത് ചെയ്തെന്നും ഈ ലെവലിൽ എൻ്റെ മകനെ കൊണ്ടാക്കിയത് എനിക്കറിയാം എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. ഞാൻ എൻ്റെ മോനെ വിളിച്ചു, ഇളയവനെ. എന്തുകൊണ്ടേ നീ വാന്ന് പറഞ്ഞു, വീട്ടിൽ വാന്ന് പറഞ്ഞു, എന്നെ കാണണം. അവൻ വീട്ടിൽ വന്നു. എൻ്റെ മകൻ സലി അടുത്ത വർഷം കേരളത്തിൻ്റെ ഈ KCLൻ്റെ ഏതെങ്കിലും ടീമിൻ്റെ ക്യാപ്റ്റൻ ആവണം. നീ വിചാരിച്ചാൽ നടക്കും. എനിക്ക് നടത്തി തരണം, അല്ലെങ്കിൽ നീ എനിക്ക് ടീം വാങ്ങിച്ചു തരണം. എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയി, വെച്ചാൽ ഞാൻ ടീം വാങ്ങിച്ചു തരാം. വേണ്ട, സാരമില്ല. എൻ്റെ മകൻ തൊട്ടടുത്ത വർഷം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ ക്യാപ്റ്റൻ. ഫസ്റ്റ് സീസണിൽ എൻ്റെ മകൻ ബെഞ്ചിൽ ഒരു കളി കളിച്ചില്ല. പക്ഷേ രണ്ടാമത്തെ സീസണിൽ എൻ്റെ മകൻ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ ക്യാപ്റ്റൻ. എന്തുകൊണ്ട്? അവൻ്റെ പിന്നിൽ ഉരുക്ക് പോലെ ഒരു തന്ത. എൻ്റെ മക്കളുടെ പിന്നിൽ 7 വയസ്സ് 8 വയസ്സ് പ്രായത്തിൽ 22 23 വയസ്സുകാരന്മാരെ കൊണ്ട് എറിയിപ്പിക്കും. ഡൽഹി പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ബോളേഴ്സിനെ കൊണ്ട് എറിയിപ്പിക്കും. അടിയിടാന്ന് പറയും, പിറകെ ഇരിക്കും, അടിയിടാന്ന് പറയും, കണ്ണു കാണിക്കും. എൻ്റെ 2 മക്കളെ അവന്മാർ അങ്ങനെ ഉരുക്കിൽ തീയിൽ പഴുപ്പിച്ചെടുത്തതാണ് എൻ്റെ മക്കളെ. ഞാനെടുത്ത സാറിന് മനസ്സിലായ ഇങ്ങനെ ഒരുത്തൻ പിന്നിൽ നിൽക്കുന്ന തന്ത എന്നൊരുത്തൻ, അങ്ങനെ തന്ത പിന്നിൽ നിന്നാ എടാ അടിച്ചിട്ട് വാടാ, നിൻ്റെ അപ്പം ഇവിടെ ഇരിക്കുന്നതാന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നു. എൻ്റെ മക്കളെ തീയിൽ കുടിപ്പിച്ചെടുത്താന്ന് സാറേ. ഡൽഹിയിൽ ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിനകത്ത് 15 യാർഡിൽ ഞാൻ അളന്നു വയ്ക്കും. എൻ്റെ സീനിയർ ഡൽഹി പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ബോളേഴ്സിനെ കൊണ്ട് എറിയാൻ പറയും. ഫുൾ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിരിക്കും, എല്ലാ തരത്തിലുള്ള. 15 യാർഡിൽ എൻ്റെ പിള്ളേർ അവരെ ഫേസ് ചെയ്യും. ഫാസ്റ്റ് ബോൾ ഫേസ് അത്ര ക്ലോസ് ആയിട്ട്. അതുകൊണ്ട് എൻ്റെ മകൻ എന്താണ് സംഭവിച്ചത്? ഓസ്ട്രേലിയ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ പോയാൽ അവനവിടെ പതറില്ല. തീർച്ചയായും
ഏത് തീർച്ചയായും 15 യാർഡിൽ നിന്ന് എറിയുന്ന ബോള് അതെ തീയുണ്ട പോലെ വരും, കാണാൻ പറ്റില്ല. അതെ. ആ ബോളിനെ എൻ്റെ മക്കൾ അടിക്കുന്ന അടി അവർ ഔട്ടാവില്ല. ഒരു തവണ ഔട്ടായാൽ എന്നെ നോക്കും, ഔട്ടായ എന്നെ ഇങ്ങനെ ദയനീയമായി എൻ്റെ മക്കൾ നോക്കും. ഞാൻ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരുത്തനാണ് ഞാൻ. എൻ്റെ മക്കളിപ്പോൾ എൻ്റെ മറ്റുള്ള കുറച്ച് മക്കൾ, ഇപ്പം ഞാൻ എൻ്റെ കുറച്ച് മക്കളോട് നടക്കുകയാണ്. ഞാൻ സാറിനോട് പറയാൻ ഉദ്ദേശിച്ചത്, ഞാൻ എൻ്റെ മക്കളോട് ഇങ്ങനെ ആയിരുന്നു. ഞാൻ വേറൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നട്ടുച്ച വെയിലിൽ ഞാൻ എൻ്റെ മക്കളെ ഉച്ചയ്ക്ക് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരുത്തൻ വയ്യ പോണവൻ കുറച്ച് ദൂരം നിന്ന് എന്നെക്കാളും തടിപടിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്നെ അറിയുന്നവൻ തന്നെ. ഞങ്ങളൊരു കോളനിയിലാണ്, ഒരു ടോഗ് സ്ക്വാഡ് ഡ്യൂട്ടി. പപ്പു എന്ന് പേരും. അവനപ്പുറത്ത് മാറി എന്താ സാംസ, എൻ്റെ മക്കൾ എന്താ ശ്രീലങ്കൻ ക്രിക്കറ്റ് കളിപ്പിക്കാൻ പോണോടെ എന്ന് ചോദിച്ചു. അവനോട് ഞാൻ പറഞ്ഞു, എൻ്റെ മക്കൾ കളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞേ, എന്തേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നിൻ്റെ അമ്മയും നിൻ്റെ അപ്പനും കൂടെ എൻ്റെ വീട്ടിലുണ്ടാക്കണമെന്ന് ചോദിച്ചു. ഇതാണ് ചോദ്യം. ഞാൻ ഇങ്ങനെ ചോദിക്കൂ. ഞാൻ പറഞ്ഞു വിട്ടോന്ന് പറഞ്ഞു. സ്ഥലം വിട്ടോന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തന്തയാണ് സാംസ. ഈ ഒരു തന്ത, അത് ഞാൻ എന്നെ മാത്രമല്ല, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ആ ലെവലിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഏത് മക്കളും. ഇപ്പോൾ ഒരു വൈഭവ് വന്നിരിക്കുന്നു, കണ്ടില്ല എൻ്റെ കളി. ഞാൻ ഈ ഇടയ്ക്ക് ഒരു കാണാറില്ല. ഈ ഇടയ്ക്ക് ഒരു മാച്ച്, കുഞ്ഞിൻ്റെ 2 മാച്ച് ഞാൻ കണ്ടു. അല്ല, എന്താ കളി. ഏത് ബോൾ എറിഞ്ഞാലും എവിടെ എറിഞ്ഞാലും അവൻ നേരെ ഇവിടെ വരണം സാധനം. ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, നിൻ്റെ അടുത്ത് വരുന്ന ബോളാണ്, ഞാൻ ബോളിനെയാണ് കളിക്കുന്നത്. ഇതാണ് ഞാൻ എൻ്റെ മക്കളുമായിട്ടുള്ള ആ ഒരു സ്പോർട്സ്. അതുകൊണ്ട് വിചാരിച്ചതിൻ്റെ അപ്പുറത്തേക്ക് അവർ എത്തി 100%. അല്ലേ? അതെ.